നമസ്കാരം, ഞാൻ ആർ ജെ വിദ്യാശങ്കർ. തന്റേതായ സംഗീത അഭിരുചി മൂലവും ഗാനാലാപന ശൈലി മൂലവും വേറിട്ട് നിൽക്കുന്ന ഒരു ഗായികയാണ് ഇന്ന് നമ്മുടെ അതിഥി. സ്നേഹാദരവോടെ ഗായത്രി അശോകൻ, സ്വാഗതം മധുരഗീതത്തിലേക്ക്. सुना है लोग उसे आँख भर के देखते हैं, जी भर के देख लीजिए हमको करीब से। शाम से आँख में नमी सी है, से मिला है मेरे दिल को चैन, कोई जाने താങ്ക് യു വിദ്യ. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. അപ്പൊ ഇങ്ങനെ ഡിജിറ്റലി നമുക്ക് നിങ്ങളുടെ മധുര ഗീതങ്ങളിലേക്ക് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് താങ്ക്സ് ഫോർ ഹാവിങ് മീ. താങ്ക് യു സോ മച്ച്. ഇറ്റ് ഇസ് ആർ പ്ലഷർ. മധുരഗീതത്തിലൂടെ ഗായത്രിയുടെ കുറച്ച് മധുരമാർന്ന ഗീതങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട്, സോ ലെറ്റ് മീ കൺഗ്രാറ്റുലേറ്റ് യു ഫസ്റ്റ് ഫോർ ദ സക്സസ് ഓഫ് തസവൂർ. ഐ തിങ്ക് ഒരുപാട് നല്ല റിവ്യൂസ് തസവൂറിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. തസവൂറിനെക്കാട്ടും അധികം എനിക്ക് തോന്നുന്നു തസവൂർ വാസ് ഓക്കെ, ഇറ്റ് വാസ് എ ഡുവറ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ശരിക്കും ഇവിടെ ബോംബെക്ക് മൂവ് ചെയ്തിട്ട് ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൽബം സുനാ ഹേ ലോഗ്, എന്റെ ഗസൽ ഗേസ് എന്നുള്ള ആൽബം ആയിരുന്നു. പിന്നെ അതിനുശേഷം ബീൻ കമ്മിങ് ഔട്ട് വിത്ത് സിംഗിൾസ്. പക്ഷെ ഇപ്പോഴും സുനാ ഹേ ലോഗ് ആണ് ആൾക്കാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് ഖജാന പങ്കജ് ഉദാസ് സർ നടത്തിയ ഒരു കോമ്പറ്റീഷനിൽ ഒരു കാൽക്കട്ട ഒരു ബംഗാളി കുട്ടി ആ പാട്ടിന്റെ കവർ പാടി. അപ്പൊ എനിക്ക് വളരെ സന്തോഷമായി. അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് റീച്ച്ഡ് ലോട്ട് ഓഫ് ഗസൽ സിംഗേഴ്സ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു മലയാളി ഇവിടെ വന്നിട്ട് ഒരു ഗസൽ ആൽബം ഇറക്കുമ്പം വി ഹാവ് എ ലോട്ട് ഓഫ് അപ്രിഹെൻഷൻസ്. പക്ഷെ ബൈ ഗോഡ്സ് ഗ്രേസ് പീപ്പിൾ ആർ ലവിങ് ഇറ്റ് ആൻഡ് ആക്സെപ്റ്റിംഗ് ഇറ്റ്. ആബ്സല്യൂട്ട്ലി. എനിക്കൊരു കുസൃതി ചോദ്യത്തിൽ തുടങ്ങണമെന്നുണ്ട്. അതായത് നമ്മൾ മലയാളികൾ ലാലേട്ടൻ ആറാം തമ്പുരാനില് പെട്ടെന്ന് എനിക്കൊരു വെളിപാടുണ്ടായി, ഖുറാനുകളുടെ പെട്ടെന്ന് ഞാൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാൻ പോയി എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇത് പഠിക്കാൻ ഗ്വാളിയറിലേക്ക് പോകണം എന്ന് നമ്മൾ ഓർക്കുന്നത്. പക്ഷെ ലാലേട്ടൻ ആ ഡയലോഗ് പറയുന്നതിന് ഒരുപാട് വർഷങ്ങൾ മുമ്പ് തന്നെ, എനിക്ക് തോന്നുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ തുടങ്ങിയ സമയത്താന്ന് തോന്നുന്നു, എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പർപ്പസ് ഓഫ് ലേണിംഗ് ഹിന്ദുസ്ഥാനി മ്യൂസിക് റീലൊക്കേറ്റ് ചെയ്തു. തൃശ്ശൂരിൽ നിന്നും പൂനെയിലേക്ക് മാറി താമസിച്ചു അല്ലെ? സോ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു വെളിപാടിൽ നിന്നാണോ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത്? അത് ഇപ്പൊ ഈ വിദ്യാശങ്കർ പറഞ്ഞപ്പോഴാണ് എന്നെ എത്ര പേര് ആ സമയത്ത് കളിയാക്കിണ്ടെന്ന് അറിയോ. ഈ എന്താ പറയാ, സിംഹത്തിന്റെ മടയിന്ന് മണ്ണ് വാരി എന്നൊക്കെ പറഞ്ഞിട്ട് അത് മെയിൻലി എന്നെ കളിയാക്കണ മധു ബാലകൃഷ്ണനാണ്. അപ്പൊ ഇവരൊക്കെ അത് കാണുമ്പം ഈ ഹിന്ദുസ്ഥാനി പറഞ്ഞ എന്നെ കുറെ കളിയാക്കാറുണ്ട്. പക്ഷെ വെളിപാടല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ BA ലിറ്ററേച്ചർ വിമല കോളേജിൽ തൃശ്ശൂർ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരുപാട് ഗസൽ ആസ്വാദകരുടെ ഒരു കമ്പനിയിൽ വന്ന് പെട്ടു. പിന്നെ ഞാൻ പതുക്കെ പതുക്കെ ഓർക്കസ്ട്രാസിൽ പാടി തുടങ്ങി. അന്ന് കോറസ് പാടിയിരുന്നു. നമ്മുടെ ചേതന സ്റ്റുഡിയോ അന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ചിത്ര ചേച്ചിയുടെ പാട്ടുകൾക്ക് വേണ്ടി കോറസ്, രാധിക ചേച്ചി ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, രാധിക ചേച്ചിയുടെ പാട്ടുകൾ എനിക്ക് ഓർമ്മ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കോറസിന് പാടാൻ പോലെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ സമയത്ത്. കാരണം എന്താ വെച്ചാൽ ഒരു 500,000 രൂപ നമുക്ക് പോക്കറ്റ് മണി കിട്ടും. അപ്പൊ അതിന്റെ ഒരു സന്തോഷം പ്ലസ് സ്റ്റുഡിയോയിലെ എക്സ്പീരിയൻസ്, അങ്ങനെ ഒരുപാട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്റ്റുഡിയോ മ്യൂസിഷ്യൻസ് ആയിട്ട് അടുത്ത് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഫിലിപ്പ് ഫ്രാൻസിസ് എന്നിട്ട് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഹിന്ദുസ്ഥാനി തബലിസ്റ്റ് പ്ലസ് കമ്പോസർ. അപ്പൊ അദ്ദേഹം എൻ്റെ ഒരു മെന്ററിനെ പോലെയായിരുന്നു ആ സമയത്ത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു,
ഇത്ര നല്ല വോയിസ് ഉണ്ട്, ഗസൽസ് കുറച്ച് പഠിക്കാൻ നോക്കുക. അപ്പൊ അങ്ങനെ കെസറ്റ്സ് കേട്ടിട്ട്, അന്നൊക്കെ കെസറ്റ്സ് ആണ്, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയില്ല. അപ്പൊ അന്ന് കെസറ്റ്സ് കേട്ട് ഹരിഹരൻ ജി, മെഹദി ഹസൻ, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു ഒരു പാഷൻ അതിനോട്, ആ ഒരു ജോണറോട് ഒരു വല്ലാത്ത സ്നേഹം തോന്നി. അപ്പൊ വിചാരിച്ചു, അതോടൊപ്പം തന്നെ കിഷോരി അമോൺകർ, പർവീൻ സുൽത്താന, അമീർ ഖാൻ സാബ്, ഇതൊക്കെ കേൾക്കാൻ തുടങ്ങി, കുറച്ച് ഹെവി ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ. അപ്പൊ അങ്ങനെ നാട്ടിലങ്ങനെ ആരും ഇല്ല സീരിയസ് ആയിട്ട് പഠിപ്പിക്കാനായിട്ട്. അപ്പോ വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ പൂനെയിൽ പോവാൻ തീരുമാനിച്ചു. പക്ഷെ എന്റെ അച്ഛനും അമ്മയും ഡോക്ടേഴ്സ് ആണ്. അച്ഛൻ ഡെർമറ്റോളജിസ്റ്റ് ആണ്, അമ്മ ഐ സ്പെഷ്യലിസ്റ്റ് ആണ്. പക്ഷെ ഡിസ്പൈറ്റ് ദിസ് ക്ലീഷേ ദറ്റ് അന്നത്തെ കാലത്തൊക്കെ ഡോക്ടർ ഷുഡ് ബി എ ഡോക്ടർ എന്നൊക്കെ ഉള്ള ഡ്രില്ലിങ്, അങ്ങനത്തെ യാതൊരു കണ്ടീഷനിങ്ങും ഇല്ല അവർക്ക്. ദേ വർ സോ ഹാപ്പി ഫോർ മീ. അവരാണ് എന്നെ മെയിൻലി മ്യൂസിക്കിലേക്ക് എൻകറേജ് ചെയ്യാനുള്ള ഒരു കാരണം. അങ്ങനെ പൂനെ പോകാനുള്ള ഒരു തീരുമാനം എടുത്തു. റൈറ്റ്. ഇത് പണ്ടൊരു സിനിമയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പക്ഷെ ലതാ മങ്കേഷ്കറിന്റെ അമ്മയും അച്ഛനും അവരെ ഒരു ഡോക്ടറാക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ നമുക്കൊരു നല്ല ഗായികയെ നഷ്ടപ്പെടില്ലേ എന്ന്. അതുപോലെ ഐ തിങ്ക് വി ഷുഡ് ഓൾ ബി താങ്ക്ഫുൾ ടു യുവർ മോം ആൻഡ് ഡാഡ്. കാരണം അവർ ഡോക്ടറാക്കാതെ പക്ഷെ സംഗീതത്തിൽ ലതാജിക്ക് വേറെ ചോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ലതാജിയുടെ അച്ഛൻ എന്ന് പറയണത് ദീനാനാഥ് മങ്കേഷ്കർ ജി ഒരു തിയേറ്റർ കമ്പനിയിലെ മെയിൻ സിംഗർ ആയിരുന്നു. അപ്പം അവിടെയാണ് ആ ഡിഫറൻസ്. അതായത് എന്റെ ഹസ്ബൻഡ് പൂർബായൻ ചാറ്റർജി ഇസ് വൺ ഓഫ് ദ ടോപ്പ് ക്ലാസിക്കൽ സിത്താരിസ്റ്റ് ഓഫ് ദ കൺട്രി. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛനും സിത്താരിസ്റ്റ് ആണ്. അതായത് SRAയിലെ മ്യൂസിക് പ്രൊഫസർ ആണ്. അപ്പൊ അങ്ങനെ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ജനറേഷൻസ് ആയിട്ട് മ്യൂസിക് ഉള്ള ഫാമിലി അവരെപ്പോഴും മ്യൂസിക്കിലേക്കേ വിടുള്ളൂ, പ്രൊഫഷണലി നടത്തുന്നവര്. അപ്പൊ ലതാജിയുടെ കേസിലൊക്കെ ഷി വാസ് ബോൺ ഇൻ ടു ദോസ് ഫാമിലീസ്. അപ്പൊ അവർക്ക് എന്താ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ജനിച്ചപ്പോ തൊട്ട് ദേ ആർ ലിസ്ണിംഗ് ടു മ്യൂസിക്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പോഴാണ് എനിക്ക് അതിന്റെ വാല്യൂ ശരിക്കും അറിയണത്. കാരണം ഞാനൊക്കെ ചെറുപ്പകാലത്ത് ഫുൾ ഉറപ്പായിരുന്നു. കുറെ ഫേമസ് ആയ ബുക്കും വായിച്ചിരിക്കും, കുറെ അറിയാലോ, ഹാർഡി ബോയ്സ്, ഇതൊക്കെയായിരുന്നു നമ്മുടെ ട്രിപ്പ്. കർണാട്ടിക് പേരിന് പഠിച്ചു എന്നല്ലാണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ടീച്ചർ വരുമ്പോ ആ ഒരു ദിവസം മാത്രം പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞാൽ പാഠ്യപുസ്തകം അടച്ചു വെക്കുന്ന ടെൻഡൻസിയാണ്. അപ്പൊ ഇവർക്കൊന്നും അങ്ങനെയല്ലേ. ഇവർക്കൊക്കെ 3 വയസ്സ് തൊട്ട് ട്രെയിനിങ് ആണ്. പിന്നെ അവരുടെ അച്ഛൻ, അമ്മ, ആരാച്ച അവര് ഇപ്പം നിർബന്ധം വെക്കും 1 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാണ്ട് മുറിന്ന് പുറത്തിറങ്ങണ്ട. അങ്ങനത്തെ റൂൾസ് ആണ് ചെറുപ്പം തൊട്ടേ. പിന്നെ ദേ ഓൾവേസ് ഇൻ ദാറ്റ് എൻവയൺമെന്റ്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോ ബൈ ദ ടൈം യു ആർ 15 വയസ്സാകുമ്പോഴേക്കും യു ആർ ഓൾറെഡി പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്. മനസ്സിലായോ? നമുക്ക് കുറെ അവരുടെ പഠനം ആബ്സല്യൂട്ട്ലി നമുക്ക് കേൾവിജ്ഞാനം, ഞാൻ പറയണ ഞാനൊക്കെ അന്നത്തെ കാലത്ത് ആകെ കേട്ടിരുന്നത് ബ്രയൻ ആഡംസ്, മൈക്കിൾ ജാക്സൺ, അങ്ങനത്തെ ഒരു ട്രിപ്പിലായിരുന്നു. അപ്പം പിന്നെ വളരെ ലേറ്റ് ആയിട്ടാണ് ഹിന്ദുസ്ഥാനി, ഞാൻ ആക്ച്വലി ഒഫീഷ്യലി ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കാൻ തുടങ്ങുന്നത് 18 വയസ്സിലാണ്, വിച്ച് ഇസ് ലൈക്ക് റിഡിക്കുലസ്ലി ലേറ്റ്. പക്ഷെ ബെറ്റർ ലേറ്റ് ദൻ നെവർ എന്നുള്ളൊരു സംഭവമാണ്. Absolutely. And I think you were mentioning ഹരിഹരൻ സാറിന്റെ പാട്ടുകൾ ആദ്യകാലത്ത് കേട്ടിരുന്നു. ആൻഡ് പിന്നീട് പിൽക്കാലത്ത് ഹരിഹരൻ സർ ഗായത്രിയുടെ പാട്ട് കേട്ടിട്ട് ഹി അപ്രീഷിയേറ്റഡ് യു ഫോർ വൺ ഓഫ് ദ ജാമിംഗ് സെഷൻസ് ദാറ്റ് യു ഡിഡ് വിത്ത് പൂർവായൻ, അല്ലേ? സോ ഹൗ ഡിഡ് യു ഫീൽ ലൈക്ക് യുവർ റോൾ മോഡൽ ഹാവിംഗ് സം കൈൻഡ് വേർഡ്സ് ഫോർ യു? Did you feel It's really insane. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് റിഫ്ലക്ഷൻസ്, അന്നത്തെ ഗസൽ ആൽബംസ് ഉണ്ടല്ലോ ഹരിഹരൻ സാറിന്റെ, ഒരുപാട് കാശൊക്കെ ഐക്കോണിക് ആൽബംസ് ആയിരുന്നു. അപ്പൊ അതൊക്കെ കേട്ടിട്ടാണ് നമ്മളൊക്കെ നമ്മുടെ ഒരു മ്യൂസിക്കൽ പർവരിഷ് എന്ന് ഹിന്ദിയിൽ പറയും, നറിഷ്മെന്റ് കിട്ടിയിരിക്കണത് അതൊക്കെ കേട്ടിട്ടാണ്. അതിനുശേഷം പിന്നെ ഓഫ് കോഴ്സ് ഞാൻ പ്ലേ ബാക്കിലൊക്കെ പാടി തുടങ്ങിയപ്പം ഐ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു പെർഫോം വിത്ത് ഹിം ഓൺ സ്റ്റേജ്, ദുബായിലും അവിടെ ഇവിടെയൊക്കെ. പക്ഷെ അന്നൊക്കെ ഓക്കെ ഹി വാസ് സ്വീറ്റ് ടു മീ, ഓക്കെ ജസ്റ്റ് അനദർ പ്ലേ ബാക്ക് സിംഗർ എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ ഞാൻ ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഐ സ്റ്റാർട്ടഡ് പ്രൊഡ്യൂസിങ് ആൽബംസ്. അതായത് നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നമ്മള് റിലീസസ്, അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുമ്പം ഇമ്മീഡിയറ്റ്ലി റെസ്പോൺസ് വരും, ദിസ് കോമ്പോസിഷൻ ഇസ് സോ ഇൻട്രിക്കേറ്റ്, യു സാങ് ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി. അങ്ങനെ ആ ഒരു വാട്സാപ്പ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സാധനമൊക്കെ വന്നത് ഇവിടെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ്. അപ്പം ഡേയ്സ് ബിഫോർ ഹി വിസിറ്റഡ് അവർ ന്യൂ ഫ്ലാറ്റ് ഇൻ ബോംബെ. അപ്പൊ ഇവിടെ വന്ന് കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞ് ചായയും കോഫിയൊക്കെ കുടിച്ചിട്ട് ഐ ഫീൽ സോ ബ്ലെസ്ഡ്. നമ്മുടെ വീട്ടിൽ വന്ന് അദ്ദേഹം പാടി
കാശ് കുറച്ച് വരികൾ പാടി, എന്നിട്ട് കുറെ ടിപ്സ് എപ്പോഴും തരും. എന്നോട് അന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ, ഓരോ 10 വർഷം കഴിയുമ്പോഴേക്കും യു ഹാവ് ടു റീബൂട്ട് യുവർ സെൽഫ്. അതായത് യു ഹാവ് ടു പിന്നെ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ഡയറക്ഷനിൽ, അതായത് നമ്മൾ പാടുന്ന സാധനം തന്നെ പാടി സ്റ്റെയിൽ ആവരുത്. അതായത് 10 yearsൽ യു ഹാവ് ടു ഡു എ ടോട്ടൽ റീബൂട്ട് ഓഫ് യുവർ വോക്കൽ ടെക്നിക് ഓഫ് യുവർ ഗായിക. അപ്പൊ ദാറ്റ് വാസ് ലൈക്ക് മൈ ഗോഡ്, ദ എമൗണ്ട് ഓഫ് സാധന ആൻഡ് ദ റിസർച്ച് ദിസ് മാൻ ഹാസ് ഡൺ ടു റീച്ച് വെയർ ഹി ഈസ് എന്നുള്ളത്. പക്ഷെ ഈ ഒരു ഉപദേശം പണ്ടേ ഉൾക്കൊണ്ടുകൊണ്ടാണോ ആദ്യം കുറച്ചു കാലം പിന്നണി ഗാന രംഗത്ത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് പിന്നീട് ഓക്കെ 10 years ആയി, അപ്പൊ ഞാനൊന്ന് ഷിഫ്റ്റ് ഫോക്കസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് യു ഡിസൈഡഡ് ടു ഷിഫ്റ്റ് യുവർ ബേസ്, കേരളത്തിൽ നിന്നൊന്ന് മാറി മലയാളത്തിൽ സജീവമല്ല എന്നല്ല എങ്കിലും മലയാളത്തിൽ അത്ര അവസരങ്ങൾ തേടാതെ യു ആർ ട്രൈങ് ടു കാർവ് യുവർ ഓൺ നിഷ് അല്ലേ? അതപ്പോ അതൊക്കെ എന്റെ ഒരു ഞാൻ എടുത്ത ഡിസിഷൻ ഒന്നുമല്ല, ഇതൊക്കെ ഒരു ഡെസ്റ്റിനിയാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പ്ലേ ബാക്കിൽ ഫോക്കസ് ചെയ്തിട്ടില്ല. പ്ലേ ബാക്ക് വാസ് ഹാപ്പനിങ് സൈഡ് ബൈ സൈഡ്. പക്ഷെ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ പ്ലേ ബാക്ക്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ പ്ലേ ബാക്ക് കാരണമാണ് ഇപ്പൊ ഇൻക്ലൂഡിങ് ദിസ് ഇന്റർവ്യൂസ് ഹാപ്പനിങ് ബിക്കോസ് ഓഫ് പ്ലേ ബാക്ക്. അപ്പൊ എത്രയോ മാസ്റ്റേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി. രവീന്ദ്രൻ മാസ്റ്റർ, ഇളയരാജ സർ, വിദ്യാസാഗർ സർ, ഈവൻ ദ ന്യൂ കമേഴ്സ് രാഹുൽ രാജ്, എല്ലാവരുടെ ഒപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ബിജി ബാൽ. അപ്പം അത് ഒരു ചെറിയ ബ്ലെസ്സിങ് ഒന്നുമല്ല, ഇറ്റ്സ് എ ബിഗ് ബ്ലെസ്സിങ്. അതുകൊണ്ട് ഇത്രയും മില്യൺസ് ഓഫ് ലിസണേഴ്സിന്റെ അടുത്തുള്ള ഒരു വൈഡ് റീച്ച് കിട്ടണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന് പ്ലേ ബാക്ക് തന്നെ വേണം. ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ ഓഫ് അവർ കൺട്രി. പക്ഷെ ഈ ബോംബെ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ വെരി കോയിൻസിഡന്റ്ലി. ഇപ്പൊ ഐ ഹവ് ഓൾവേസ് ഡ്രീംഡ് ഓഫ് ലിവിങ് ഇൻ ബോംബെ. എന്റെ ഒരു സ്വപ്നമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ പഠിക്കുന്നത് ഹിന്ദുസ്ഥാനി, ഞാൻ ഫോക്കസ് ചെയ്യണത് മുഴുവൻ ഹിന്ദുസ്ഥാനി, പക്ഷെ എന്റെ വർക്ക് മുഴുവൻ നടക്കണത് കേരളത്തില്. അപ്പൊ നാച്ചുറലി യു വോണ്ട് ടു വർക്ക് ഇൻ ബോംബെ, യു വോണ്ട് ടു പെർഫോം നാഷണലി. അപ്പം എന്നാ അവിടേക്ക് ബോംബെയിലേക്ക് മാറാനുള്ള ഒരു കറേജ് എനിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഐ എം നോട്ട് എ ഡൂവർ. ബോംബെ ഇറ്റ്സ് എ ഹ്യൂജ് സിറ്റി. ഇവിടെ വന്നിട്ട് ഒരു കോണ്ടാക്ട്സും ഇല്ലാണ്ട് ഇറ്റ്സ് നോട്ട് ഈസി ടു മേക്ക് എ കരിയർ വൺ ഫൈൻ ഡേ. അപ്പോ അങ്ങനത്തെ ഒരു അപ്രിഹെൻഷൻസ് ഉള്ളതുകൊണ്ട് ഐ നെവർ മെയ്ഡ് ദ മൂവ്. പക്ഷെ ഒരു ഡെസ്റ്റിനി എന്നുള്ള മാതിരി 5 വർഷം മുമ്പ് ഞാൻ പൂർബായൻ ചാറ്റർജി, മൈ ഹസ്ബൻഡ്, ഐ മെറ്റ് ഹിം ഇൻ ബാംഗ്ലൂർ ഫോർ എ ലോഞ്ച് പ്രോഗ്രാം. അങ്ങനെ കണ്ടിട്ട് വി ജസ്റ്റ് ഹിറ്റ് ഇറ്റ് ഓഫ് ആൻഡ് വി ഡിസൈഡഡ് ടു ഗെറ്റ് മാരിഡ്. അങ്ങനെയാണ് ബോംബെയിലേക്ക് മാറുന്നത്. അപ്പം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന എന്താ വെച്ചാൽ, ബോംബെയിൽ നമ്മൾ കുറച്ചു കാലം അടുപ്പിച്ചെങ്കിലും നിന്നില്ലെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു മേക്ക് എ നാഷണൽ നെയിം. അപ്പം അത് ഇൻക്ലൂഡിങ് യേശുദാസ് ജി ഒരുപാട് ഹിന്ദിയിൽ പാടിയിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ യേശുദാസ് ജി ഓവർ എ പീരിയഡ് ഹി യൂസ് ടു സ്റ്റേ എ ലോട്ട് ഇൻ ബോംബെ. കാരണം ഇവിടെയാണ്, അതെ, അപ്പൊ ഇവിടെയാണ് ദിസ് ഇസ് ദ ഹബ് ഇഫ് യു വോണ്ട് ടു മേക്ക് ഇറ്റ് നാഷണൽ. അപ്പോ ഈ ബോംബെ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഓൾ റിട്ടൺ ഇൻ ദ ഹെഡ്. ഞാനൊന്നും പ്ലാൻ ചെയ്തതൊന്നുമല്ല. അപ്പൊ നാച്ചുറലി നമ്മൾ കേരളം വിട്ട് ഇങ്ങോട്ട് വരുമ്പം കേരളത്തിലെ അവസരങ്ങൾ കുറയും. കാരണം എന്താ വെച്ചാൽ യു ആർ ഔട്ട് ഓഫ് ദ സീൻ ആൻഡ് യു ആർ ഫോക്കസിങ് ഇൻ എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ജോൺറ ഓൾ ടുഗെദർ. അപ്പം ഇപ്പോഴും ഞാൻ എന്താ പറയാ, ട്രാക്സ്, കുറെ ആൽബം ട്രാക്സ്, കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ഏഷ്യാനെറ്റിലെ കിഡ്സ് ഷോ ഒക്കെ ജഡ്ജ് ചെയ്തിരുന്നു. ഷോസ് ഒരുപാട് നാട്ടിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ പ്ലേ ബാക്ക് ഇപ്പൊ വളരെ വളരെ കുറവേ ചെയ്യാറുള്ളൂ, വളരെ റെയർ ആയിട്ട്. അപ്പം അതിനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ലിവിങ് ഇൻ എ ഡിഫറെന്റ് പ്ലേസ് ആൻഡ് focus is more classical, ghazal, fusion, അങ്ങനെ. But of course, all credit to you and the great composers. ചെയ്തിരിക്കുന്ന പാട്ടുകൾ ഓരോന്നും ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ തങ്ങുന്നുണ്ട്. And as you rightly said, it's probably out of that love ഇപ്പോഴും ഞങ്ങൾ തേടിയ ഇന്റർവ്യൂ വേണം എന്ന് പറയുന്നത് അല്ലെ. ദീനദയാലോ രാമ എന്ന പാട്ട് രവീന്ദ്രൻ മാസ്റ്റർക്ക് വേണ്ടി പാടിയിട്ടായിരുന്നു you made a debut, which is still today a most sought after song. And of course, ഔസേപ്പച്ചൻ സാറിന്റെ കൂടെയുള്ള work is also എടുത്തു പറയേണ്ട ഒരു കാര്യം. You won your state awards, സ്നേഹം സുമിത്രയിലെ എന്തേ നീ കണ്ണ. പിന്നീട് 2010 ഔസേപ്പച്ചൻ സാറിന് തന്നെ പ്രാഞ്ചിയേട്ടനിൽ പാടിയ പാട്ടും അതും ഭയങ്കര അതിന് അമൃത ഫിലിം അവാർഡ് കിട്ടിയിരുന്നു ആ വർഷം. സോ യെസ്, എന്താ പറയാ, ഉള്ള പാട്ടുകൾ മുത്തു പോലെ ശേഖരിച്ച് പാടിയ. അത് ശരിയാണ്. നല്ല ക്വാളിറ്റി സ്റ്റഫാണ് ചെയ്തിരിക്കുന്നത്. ആ ക്വാളിറ്റി സോങ്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എസ്പെഷ്യലി ഔസേപ്പച്ചൻ സാറിനൊപ്പം ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. താമര നൂൽനാൽ,
പിന്നെ അതുമാതിരി കിനാവിലെ, എന്റെ നീ കണ്ണ, പിന്നെ അതിനുശേഷവും പാടിയിട്ടുണ്ട്. ചില പാട്ടുകൾ ഹിറ്റല്ല, ചില പാട്ടുകള് ഇപ്പൊ തുള്ളി മഞ്ഞിൽ എന്നുള്ള പാട്ടൊക്കെ കുറച്ചൊരു കോംപ്ലെക്സ് പാട്ടാണ്. അപ്പൊ അങ്ങനെ ആഹ് പാടിയ പാട്ടുകൾ പലപ്പോഴും ഇപ്പൊ അറിയാലോ, നമ്മുടെയൊക്കെ ഒരു അൺഫോർച്ചുനേറ്റ് കാര്യം എന്താന്ന് വെച്ചാൽ ഫിലിം ഹിറ്റ് ആയില്ലെങ്കിൽ പാട്ട് ഹിറ്റ് ആവില്ല, ആരും കേൾക്കില്ല. പല ഫിലിം പലപ്പോഴും ബോക്സ് ഓഫീസിൽ വരാൻ തന്നെ 2 ദിവസത്തിലൊക്കെ പോകുന്ന ഫിലിംസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയില് ഇപ്പം വെസ്റ്റില് ഫോർ ദാറ്റ് മാറ്റർ US, കാനഡ എവിടെയായാലും ദേ ഹാവ് എൻ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഇൻഡസ്ട്രി. അപ്പൊ ദേ ആർ നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ എ മൂവി ഇൻഡസ്ട്രി. അപ്പൊ അവിടെയാണ് ആ ഡിഫറൻസ്. ആബ്സല്യൂട്ട്ലി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് ബോംബെയിലേക്ക് മാറി യു സ്റ്റാർട്ടഡ് ഓഫ് ഫ്രം സ്ക്രാച്ച്, പ്രൊഡക്ഷൻസ് തുടങ്ങി. ഇൻഫാക്ട് പൂർബായൻ ഹസ്ബൻഡ് മാത്രമല്ല ഗുരു കൂടിയാണ് അല്ലെ? സിത്താർ പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ വായിച്ചു. സിത്താറ് ഞാൻ പഠിക്കണമെന്നില്ല. ഇല്ല, ക്ലാസ്സിലിടയ്ക്ക് ഇരിക്കാറുണ്ട് എന്ന് എവിടെയോ വായിച്ചു. അത് ഞാന് രാഗങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നു മാത്രം. സിത്താറൊന്നും ഈ പ്രായത്തിൽ പഠിച്ചാൽ നല്ലതാ മാഷേ. അപ്പൊ സിത്താറ് ഫീസ് സിത്താറ് കൊടുക്കാതെ പിടിക്കാനുള്ള പൊസിഷൻ. ഫീസ് കൊടുക്കാതെ ഒളിച്ചിരുന്ന് പഠിക്കുന്ന ഒരു ഏകലവ്യനായി മാറിയേക്കാണ് ആ ക്ലാസ്സിൽ. അതുപോലെ ഞാൻ ഇരിക്കും, പക്ഷെ അപ്പോഴും എന്താ പ്രശ്നം, സ്കെയില് ഭയങ്കര ഹൈ ആണ്. സിത്താറിന്റെ ഡി. അപ്പം അത് ഞാൻ ഐ സിംഗ് ഇൻ ഡി ഫ്ലാറ്റ് ഡി. പക്ഷെ ഞാൻ എനിക്ക് ഹി സിങ്സ് ഓൾസോ വെരി വെൽ. കാരണം എന്താ വെച്ചാൽ ഹീസ് ട്രെയിൻ ഫ്രം അജയ് ചക്രവർത്തി. അപ്പൊ ഹീസ് ആക്ച്വലി എ മച്ച് ബെറ്റർ വോക്കലിസ്റ്റ് ദാൻ മീ. അപ്പൊ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്താ പറയാ, സോപ്പിട്ട് കുറച്ചു നേരം എന്നെ വോക്കലും പഠിപ്പിക്കാനായിട്ട് നിർബന്ധിക്കും. പലപ്പോഴും സമയം കിട്ടാറില്ല, ഹി ഡസന്റ് ഹാവ് ദ ടൈം. പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഐ ട്രൈ ടു ലേൺ ഫ്രം ഹിം. പിന്നെ അതല്ലാണ്ട് ഗസൽ ട്രെയിനിങ് എന്റെ ഇപ്പോഴും നടക്കുന്നുണ്ട് ബോംബെയില്. ഇപ്പൊ എന്താ വെച്ചാൽ ഐ ക്യാൻ പ്രോപ്പർലി റീഡ് ആൻഡ് റൈറ്റ് ഉറുദു. അതൊന്നും എനിക്ക് അറിഞ്ഞിരുന്നില്ല. കാരണം വെച്ചാൽ ഉറുദു ടീച്ചറൊന്നും അവിടെ അതിനൊക്കെ ഇവിടെ നിന്നാലേ ഉറുദു ടീച്ചറെയൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നാവ് ഐ ക്യാൻ റീഡ് ആൻഡ് റൈറ്റ് ഉറുദു. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കഴിഞ്ഞ 4 വർഷത്തില് ഇന്ത്യയിലത്തെ എല്ലാ മേജർ ഫെസ്റ്റിവൽസിലും ഞാൻ ഗസൽസ് ചെയ്തിട്ടുണ്ട്. അതായത് ഗസലിന് ഇപ്പം ഒന്ന് ജഷ്നെ രേഖ്ത, അത് ഡൽഹിയിലായിരുന്നു. അപ്പൊ അതില് ജാവേദ് അഖ്തർ സാഹബ്, ഷബാന ആസ്മി ജി, ഹ്യൂജ് ജയൻസ്, അതായത് റീച്ച ശർമ്മ ജി, എല്ലാവരും ഇപ്പൊ അപ്പൊ അവരൊക്കെ എന്താ പറയാ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമില്. ഇൻഫാക്ട് എന്റെ പെർഫോമൻസ് ജാവേദ് സാർ കഴിഞ്ഞിട്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒക്കെ പ്ലാറ്റ്ഫോംസ്, അതുമാതിരി ഖസാന ഫെസ്റ്റിവല് പങ്കജ് ഉദാസ് സാർ ചെയ്യുന്നത്. അപ്പൊ അതിലൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി യു നീഡ് ടു നോ ഉറുദു. അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ ഒക്കെ തെറ്റി പാടിയ അവര് ഓക്കെ സൗത്ത് ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞ കുറച്ചു കാലം അവര് സഹിക്കും. അത് കഴിഞ്ഞാൽ നോബഡി ഈസ് ഗോയിങ് ടു ടോളറേറ്റ് ഒരു വേർഡ് തെറ്റിയൊക്കെ പാടും. സഹിക്കുന്ന പോലെ അവര് നമ്മുടെ ഡിക്ഷൻ സഹിച്ചോളണമെന്നില്ല അല്ലേ? എക്സാക്ട്ലി. അത് ആരും പറയണില്ല, പക്ഷെ അത് സത്യമാണ്. നമ്മളങ്ങനെ പറയുന്നത് അത് സാരല്ല, അവര് അവിടുന്ന് വന്ന് പാടുന്നവരല്ലേ. എക്സെപ്ഷൻ, അതർവൈസ് അവരങ്ങനെ ശ്രേയ പാടുന്ന. is an exception. ശ്രേയ is so amazing in mimicking the exact. പക്ഷെ അതല്ലാതെ എത്രയോ സിംഗേഴ്സ്, നമ്മൾ പേരെടുത്ത് പറയണ്ട, എത്രയോ സിംഗേഴ്സ് മലയാളം വന്നിട്ട് കൊളാക്കുന്ന അവസ്ഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ മലയാളികൾക്ക് ഭയങ്കര ഫാസിനേഷൻ ആണ്. ഓ, ബോംബെന്ന് വന്ന് പാടിയല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു ഫാസിനേഷൻ ഒന്നും അവർക്ക് നമ്മളോടില്ല. അപ്പൊ വി ബെറ്റർ ഡു ആ ജോബ്. അപ്പം അല്ലെങ്കിൽ അവര് ഈവൻ സ്മോൾ തിങ്സ് ഇപ്പൊ ഏറ്റവും വലിയ കോമഡി ഞാനിപ്പോ മലയാളത്തിൽ ഈയിടെ ഒബ്സർവ് ചെയ്തിരിക്കണം എന്ന് വെച്ചാൽ, ഈവൻ മലയാളി സിംഗേഴ്സ് രാ എന്നുള്ളത് റാ എന്നാ പറയണ പലരും. ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. പര 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 രണ്ടിന്റെ ഇടയിൽ, അതായത് ഈ തമിഴ് പറയണ മാതിരിയാണ് മലയാളി സിംഗേഴ്സ് തന്നെ പലരും പാടുന്നത്. ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് വരെയാണ്, മനസ്സിലായോ? അപ്പൊ അതായത് അതൊന്നും ഇവിടെ സമ്മതിക്കില്ല. അതായത് ഹിന്ദി, അത് ശരിക്കും ഹിന്ദി തന്നെ ആവണം. ഈവൻ ചെറിയ ഡീറ്റെയിൽസ്, ചാഹേ എന്നുള്ളത് ചാഹേ പ്ലൂറൽ വരുമ്പോ ചാഹേ, അപ്പൊ ഒരു നെയ്സൽ സാധനം വരണം. ആ നുക്ത ഉണ്ടല്ലോ മുകളിലുള്ള ഡോട്ട്, അതിന്റെ സട്ടിൽ ഡിഫറൻസ് അടക്കം അവര് ഈ ക്യാ ഈ കുച്ച് ടീക്ക് നീ അങ്ങനെ പറയും. അപ്പൊ അത്രയ്ക്ക് പെർട്ടിക്കുലർ ആണ് അവര്. അപ്പം അത് വേറെ. ഈവൻ അത് ദാറ്റ് വാസ് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്. കാരണം എന്താ വെച്ചാൽ ഗസൽ എന്നുള്ള ആ ഒരു കോൺസണന്റ് ഒന്നും മലയാളത്തിൽ ഇല്ല. അതുമാതിരി ഖുദ, ഖബർ, ഇത് മലയാളത്തിൽ ഇല്ല. അതുമാതിരി ആഷിഖി, അപ്പൊ അതായത് പാലറ്റ്, ഈ ടങ് പാലറ്റിന്റെ പിന്നിൽ ടച്ച് ചെയ്യണം. ആഷിഖി, അപ്പൊ അത് ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ അതാണ്.
ഈശ്വര. കിസ്മത് അപ്പൊ കിസ്മത് അത് ഈവൻ മലയാളികള് ഗസൽസ് പാടുമ്പോ ആരും അങ്ങനെ പാടില്ല, എല്ലാവരും ആഷിഖീന്നേ പാടുള്ളൂ. ആഷിഖീന്നൊന്നും ആരും പാടില്ല. അപ്പൊ ഇത് അത് ഇത് പറഞ്ഞത് നന്നായി. കാരണം ഒരുപാട് ഗാനമേളകൾക്ക് അടുത്തത് പാടാൻ പോകുന്നത് ആഷിഖി ടൂവിലത്തെ പാട്ട്, ആഷിഖി ടു. ഇതിങ്ങനെ അതിപ്പോ പറഞ്ഞു ആരും പറഞ്ഞ് തെറ്റി പറഞ്ഞ് ഞാനൊരു ശീലാക്കി മാറ്റിയേക്കുക. ഞാനും അങ്ങനെയായിരുന്നു. ഒബ്വിയസ്ലി ഐ മീൻ ഇറ്റ്സ് നോട്ട് അവർ ഫോൾട്ട്, നമുക്ക് എങ്ങനെ അറിയാനാ. അപ്പൊ ഞാനും നാട്ടിലായിരുന്നപ്പോ അങ്ങനെ തന്നെയാ പാടിയിരുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ മെറ്റിക്കുലസ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പഠിക്കണത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈവൻ പ്ലേബാക്ക് സിംഗേഴ്സ്, പരിജിത് സിംഗ് അല്ലെങ്കിൽ ശ്രേയ ഘോഷാൽ, ഇവരുടെയൊക്കെ ഉറുദു ഇസ് പെർഫെക്റ്റ്. കാരണം അവര് ഈവൻ ലതാജി വെൻ ഷി സ്റ്റാർട്ടഡ് ഓഫ് ഹർ കരിയർ, ദിലീപ്, ഒരു വലിയ ലെജൻഡറി സ്റ്റോറി ഉണ്ട്, ദിലീപ് കുമാർ സാഹിബ് ലതാജിയെ കളിയാക്കിയിരുന്നു, മറാഠി ആക്സെന്റിലാണ് പാടണേന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ലതാജി പോയിട്ട് ഒരു ഉസ്താദിന്റെ അടുത്ത് ഉറുദു പഠിച്ചു. അപ്പൊ ഫോർ പ്ലേ ബാക്ക് ഓൾസോ ഇറ്റ്സ് യു നീഡ് ദാറ്റ്. Absolutely. Right. പിന്നെ ഇപ്പൊ ഈ ഫെസ്റ്റിവൽസിലൊക്കെ പാടുന്ന കാര്യം പറഞ്ഞു, ഐ ഹാപ്പൻ ടു സീ മെനി വീഡിയോസ്. അപ്പൊ അതിലത്തെ ഫാൻ ബേസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗെറ്റിംഗ് ട്രൂലി ഗ്ലോബൽ. സോ ഐ തിങ്ക് ഇൻ വൺ വേ as an artist you must feel really good അല്ലേ, ഇപ്പൊ own compositions when they are requesting to be sung in festivals and the audience are thoroughly enjoying it. പിന്നെ യൂട്യൂബിലെ comments ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ there are there are there is so much love coming from West Indies, Pakistan, അവിടുന്നൊക്കെ. Especially Pakistan Pakistan. especially. Oh God, yeah. Pakistan, there are so many admirers, കാരണം എന്താ വെച്ചാൽ അവർക്ക് നാച്ചുറലി അവരുടെ ലാംഗ്വേജ് ആണ് ഉറുദു. അപ്പൊ ഞാൻ ആക്ച്വലി കഴിഞ്ഞ വർഷം ഒബ്വിയസ്ലി പാൻഡമിക്, അതിന്റെ മുമ്പത്തെ വർഷം ആയിട്ട് US ടൂർ ഗസൽസിന്റെ. അപ്പൊ അന്ന് ഇതുമാതിരി എന്റെ 1-2 ഷോസ് അവിടെ ഓർഗനൈസ് ചെയ്തത് പാകിസ്ഥാനി ഫാൻസ് ആണ്, അതായത് പ്രൈവറ്റ് കോൺസേർട്സ് ഒക്കെ. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും, ഒരു സൗത്ത് ഇന്ത്യൻ സിംഗറിനെ ഒരു പാകിസ്ഥാനി ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം എസ്പെഷ്യലി, കാരണം ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ഈ ഒരു ജോൺറയിലേക്ക് വരുന്നത്. അതായത് ഞാൻ നേരത്തെ വിദ്യ പറഞ്ഞ മാതിരി 10 years, നോട്ട് ഈവൻ 10 years, ഈവൻ 15 years I've been doing Ganamelas and Ghazal shows in Kerala. പക്ഷേ അത് probably at 15-16 years of my entire career I've been only singing for South Indian audience. അപ്പൊ sudden shift to this entire North Indian physical audience എന്ന് പറയുന്നത് it's very very satisfying, as you said. കാരണം എന്താ വെച്ചാൽ at the end of the day you want your music to reach across a bigger diaspora. Absolutely. എന്നാൽ മലയാളത്തിൽ നിന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നിലാവിൻ തുളിയായി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു റീസെന്റ് ഒരു ആൽബം ഇറക്കിയിട്ടുണ്ട്. ഐ സോ ഇറ്റ് ഇൻ യുവർ യൂട്യൂബ് ചാനൽ. That is not a new album. അത് പഴയതാണ്. അവരിപ്പൊ റിലീസ് ചെയ്തു മാത്രം. പക്ഷെ താങ്ക്സ് ഫോർ നോട്ടീസിങ് ഇറ്റ്. ഇപ്പൊ ഇറങ്ങിയത് ഹേഷാമിന്റെ ഒപ്പാണ് 4 ദിവസം മുമ്പ്. മൗനം എന്ന് പറഞ്ഞിട്ട്. ഹേഷാമിനെ അറിയാലോ, ഐഡിയ സ്റ്റാർ സിംഗറിന് തുടങ്ങി ആൻഡ് നൗ ഹീസ് എൻ ഇൻക്രെഡിബിൾ കമ്പോസർ. അപ്പം കുറെ കാലം എന്താ പറയാ, ഹേഷാമും ഞാനും ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്യണം എന്ന് വെച്ച് ചേച്ചി ഈസ് ഓൾവേസ് ഇൻ ടച്ച്. അപ്പൊ അങ്ങനെ ഹി കമ്പോസ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് മൗനം എന്ന് പറഞ്ഞിട്ട്, ഇറ്റ്സ് എ ഡുവറ്റ്. അപ്പൊ അത് 4 ദിവസം മുമ്പ് ഇറ്റ് വാസ് ലോഞ്ച്ഡ്. സുജാ ചേച്ചിയാണ് അത് ലോഞ്ച് ചെയ്തത്, ഓൺലൈനായിട്ട് ലോഞ്ച് ചെയ്തു. അപ്പൊ ദാറ്റ് യു ഓൾ മസ്റ്റ് ലിസൺ ടു ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് എ വെരി പ്രിറ്റി സോങ്. അതിന്റെ വീഡിയോ ഉണ്ട്. ഓഫ് കോഴ്സ് ഒബ്വിയസ്ലി ഐ ഷോട്ട് ഇറ്റ് ഇൻ ബോംബെ ആൻഡ് ഹി ഷോട്ട് ഇറ്റ് ഇൻ കേരള. അങ്ങനെ ചെയ്തത്. അപ്പൊ അതാണ് ലേറ്റസ്റ്റ് റിലീസ്. That is so nice. So everybody will be listening into it. And ഇപ്പൊ പോസ്റ്റ് കോവിഡ് ഇപ്പോഴുള്ള സമയത്ത്, ഇപ്പൊ അതിന് മുൻപ് വളരെ ഫ്രീ ആയിട്ട് ഷോസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഇടക്കാലത്ത് കുറച്ച് ലോക്ക്ഡൌൺ ആയി. ഇപ്പൊ ഷോസ് ആർ കമ്മിങ് ബാക്ക്. അപ്പൊ every time you are evolving as an artist, so with COVID, how have you tried to make changes to make sure you don't slow down as an artist? That's a very good question. Actually, COVID എന്ന് പറയുന്നത് it sort of pushed us all into a weird existential crisis. കാരണം എന്ന് വെച്ചാൽ suddenly you have no shows. ഈ മെന്റൽ സ്ട്രെസ് എന്ന് പറയുന്നത് പല ലെവൽസിലാണ്. ഒന്ന്, യു കാൺ ട്രാവൽ ആൻഡ് യു ആർ നോട്ട് യു ആർ ജസ്റ്റ് കൺഫൈൻഡ് ടു യുവർ 4 walls. അതൊന്ന്. രണ്ടാമത്തെ, there is a huge financial anxiety.
എല്ലാ മ്യൂസിഷ്യൻസിനും. കാരണം എന്താ വെച്ചാൽ യുവർ ലൈവ്ലിഹുഡ് ഇസ് ലിറ്ററലി ടേക്കൺ അവേ ആൻഡ് യു ഹാവ് ടു പേ യുവർ EMI, അതൊന്നും കുറയാൻ പോണില്ലല്ലോ. അപ്പം നാച്ചുറലി ഓൾ ദാറ്റ് ഇസ് ഹാപ്പനിങ്. അപ്പൊ പിന്നെ ദ സ്മാർട്ട് പീപ്പിൾ ഹു എന്ന് പറയുന്നത് സ്മാർട്ട് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ്, ദേ ഹാവ് യൂസ് ദിസ് ടൈം ടു പ്രൊഡ്യൂസ് സ്റ്റഫ്. അപ്പൊ അവര് ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഈ ഒരു 1 year എന്ന് പറയുന്നത് വാസ് എക്സ്ട്രീംലി പ്രൊഡക്റ്റീവ്. കാരണം ഞാൻ അറ്റ്ലീസ്റ്റ് 5 ഒറിജിനൽ ഗസൽസ് ഇറക്കി ഈ ഒരു സമയത്ത്. എന്റെ യൂട്യൂബ് ചാനൽ ബിൽഡ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡിജിറ്റൽ ആണ് ഇപ്പൊ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ, അത് വേ. അപ്പോ ഈ ഒരു സമയത്ത് മ്യൂസിഷ്യൻസും ഫ്രീ ആണ്, അതായത് പ്രോഗ്രാമേഴ്സും ആരും ചാർജ് ഒന്നും ഇല്ലാണ്ട് ഓക്കെ ചേച്ചി ലെറ്റ്സ് കൊളാബറേറ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ദർ ഇസ് എ ലോട്ട് ഓഫ് കമ്മ്യൂണിറ്റി ഫീലിംഗ്. അപ്പൊ എല്ലാവരും വീട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്യുക, അയക്കുക. ഞാനൊക്കെ എന്തിനും സ്റ്റുഡിയോയിൽ പോയിരുന്ന ആളാണ്. ഇപ്പൊ ഈ ഒരു സമയത്ത് ലോജിക്കല് ഫുൾ പഞ്ച് ചെയ്യാൻ പഠിച്ചു, ബൗൺസ് ചെയ്യാൻ പഠിച്ചു ഒക്കെ. അപ്പൊ നമ്മള് തന്നെ വീഡിയോഗ്രാഫർ ആവുക, നമ്മള് തന്നെ ഓഡിയോ എഞ്ചിനീയർ ആവുക, ഒക്കെ എന്താ പറയാ, ഒരുപാട് സ്കിൽ ബിൽഡിംഗ് നടന്നു ഈ ഒരു സമയത്ത്, മ്യൂസിക്കലി സ്പീക്കിംഗ്, ഇൻക്ലൂഡിങ് കുക്കിംഗ്. അതും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. തന്നെ വല്ലപ്പോഴും ചെയ്യും, അതായത് ആഴ്ചയിൽ ഒരിക്കൽ ഒരു ടൈം പാസിന് വേണ്ടി ചെയ്യും എന്നല്ലാതെ. അതൊക്കെ പോയി ഇവിടെ സ്റ്റാഫിനെയും ഒന്നും സമ്മതിക്കാത്ത സ്ഥിതിക്ക് 2 മാസം എന്നും എണീറ്റ് യുവർ കുക്കിംഗ്, യുവർ ക്ലീനിങ്, ഇതൊന്നും ശീലമില്ലല്ലോ നാട്ടിലുള്ളവർക്ക്. അപ്പൊ അതൊക്കെ ചെയ്ത് പഠിച്ചു. അപ്പൊ ഞാൻ പറയണെങ്കിൽ ഇറ്റ് വാസ് എ ബിഗ് ഐ ഓപ്പണർ. അപ്പൊ അത് പിന്നെ കുറെ ഡിജിറ്റൽ കോൺസേർട്സ് ചെയ്തു, എസ്പെഷ്യലി US ഓഡിയൻസിന് വേണ്ടി. ഹ്യൂസ്റ്റൺ, കൊളറാഡോ, ഇവർക്ക് അതൊക്കെ ഹിന്ദുസ്ഥാനി ഓഡിയൻസ് ആയിരുന്നു കേട്ടോ. മലയാളികൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, കാരണം ആരും വിളിച്ചിട്ടില്ല. അതുകൊണ്ടൊക്കെ ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ഓർഗനൈസേഴ്സ് ചെയ്ത കോൺസേർട്സ് ആണ്. അപ്പം പലപ്പോഴും ഹസ്ബൻഡ് ഫസ്റ്റ് ഹാഫ് ക്ലാസിക്കൽ വായിക്കും, സെക്കൻഡ് ഹാഫ് എന്റെ ഗസൽസ്. അപ്പൊ അങ്ങനെ താങ്ക്സ് ടു ഓൾ ദീസ് NRI ഓർഗനൈസേഴ്സ്, വി മെയ്ഡ് some money to keep our fires burning. Appo big thanks to them. They really supported the musicians, classical musicians out there. അപ്പൊ അങ്ങനെ ഈവൻ ഓസ്ട്രേലിയ ഓർഗനൈസേഴ്സ്, ഇവരൊക്കെ മറാഠി മണ്ഡൽ, അങ്ങനെ മറാഠി ഓർഗനൈസേഴ്സും ഗുജ്ജു ഓർഗനൈസേഴ്സ് ഒക്കെയാണ്. അതുമാതിരി നൈറോബിക്ക് വേണ്ടി ചെയ്തു. അതൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ സ്റ്റുഡിയോയിൽ പോകേണ്ട റിസ്ക് ഇനീഷ്യലി എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ വി ഗോട്ട് എ നൈസ് ക്യാമറ. വി ഓൾറെഡി ഹാഡ് എ ക്യാമറ. ലക്കിലി ബിക്കോസ് മൈ ഹസ്ബൻഡ് ഇസ് എ ടെക്നോ ഗീക്ക്, വി ഹാഡ് എ ഫെന്റാസ്റ്റിക് യമഹ മിക്സർ. പക്ഷെ അതിന്ന് OBS എങ്ങനെ ചെയ്യണം, ഇങ്ങനത്തെ ഹൈ ടെക് സ്ട്രീമിംഗ് ഡിവൈസസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ പഠിച്ചു. ഹൗ ടു ഗെറ്റ് എ ഗുഡ് സൗണ്ട്. അപ്പൊ ഇറ്റ്സ് ബീൻ എ ഹ്യൂജ് ലേണിംഗ് എക്സ്പീരിയൻസ്. പിന്നെ അതുമാതിരി ദായം പട എന്നുള്ള ഗാലിബിന്റെ ഗസല് ഞങ്ങൾ കമ്പോസ് ചെയ്തിട്ട് രാജേഷ് വൈദ്യ, വീണ മൈസ്ട്രോ, രാജേഷിയുടെ ഒപ്പം കൊളാബറേറ്റ് ചെയ്തിട്ട് ഇറക്കി. അതുപോലെ തന്നെ ഇന്തിഹ, 3-4 ഒറിജിനൽ ഗസൽസ് ഇറക്കി. പിന്നെ യാദ് പി ആകെ ആയയുടെ ഒരു റീമിക്സ് വേർഷൻ ഡിഫറെന്റ് ട്യൂണിൽ. അങ്ങനെ കുറെ മ്യൂസിക്കൽ എക്സ്പെരിമെന്റ്സ് ചെയ്തു. പിന്നെ ജിം ബീം ഒറിജിനൽസ്, ദാറ്റ് വാസ് എ ബിഗ് ഡിജിറ്റൽ കോൺസെർട്ട്. ഇവിടെ ബോംബെയിൽ ചെയ്തതാണ്, ബോംബെ ഓർഗനൈസേഴ്സ് ചെയ്തതാണ്. അപ്പൊ അതിൽ there was a tribute to സെന്റാന. അപ്പോ അതുമാതിരി ഷാൻ, ബെന്നി ദയാൽ, ഇവരൊക്കെയായിരുന്നു അതിന്റെ ലൈനപ്പ്, ഉഷ. അപ്പൊ ഒരു ട്രിബ്യൂട്ട് ചെയ്തത് എന്റെ ഹസ്ബൻഡാണ്. അപ്പം he was the only classical artist to be performed with the Bollywood main acts. അപ്പൊ he did a tribute to സെന്റാന. അപ്പൊ സെന്റാനയുടെ എല്ലാ മ്യൂസിക്കും ഗിറ്റാർ ഓറിയന്റഡ്, പക്ഷെ സിത്താർ ടേക്ക് അങ്ങനെ. അപ്പൊ ഐ ഡിഡ് ദ വോക്കൽസ്. അപ്പൊ അങ്ങനെ വി ഡിഡ് സം ക്വൈറ്റ് പ്രസ്റ്റീജിയസ് ഡിജിറ്റൽ ഷോസ് ഈ ഒരു സമയത്ത്. അപ്പം പാൻഡമിക് ഹാസ് ബീൻ ക്രേസി. ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നോക്കുമ്പോൾ ഇറ്റ് ഓപ്പൺഡ് അപ്പ് സോ മെനി അവന്യൂസ്. Absolutely. And speaking about your YouTube channel, adile 1-2 videos you've been very kind. Voice culture tips എങ്ങനെയാണ് Oh, you saw that also? Yes, yes. You've really done your homework. I appreciate that. But it's very interesting. It was really nice doing that homework. കാരണം പാട്ടിനെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് ഇതിൽ നിന്ന് കുറെ പഠിക്കാൻ പറ്റി. And it's very inspiring. ട്രൂലി. കാരണം തൃശ്ശൂരിൽ നിന്നും പുറപ്പെട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ഹാഡ് കണക്ഷൻസ്. അവിടെ ബോംബെയിൽ എത്തി ഫ്രം സ്ക്രാച്ച് അത് പഠിച്ചെടുത്ത് പിന്നെ ആ ഒരു പഠിക്കാന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ. ദാറ്റ് ഐ തിങ്ക് എന്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ when I keep talking, I think not to blame anybody, പക്ഷെ ഇപ്പൊ ആ ഒരു വർഷങ്ങളോളം പഠിക്കാന്നുള്ള ക്ഷമ എല്ലാവർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക.
ആ പാട്ട് നമ്മൾ ഇന്ന് പഠിച്ചു, നാളെ നമ്മൾ എവിടെയെങ്കിലും പാടി, മറ്റന്നാൾ സമ്മാനം കിട്ടി, 4ാമത്തെ ദിവസം യൂട്യൂബ് ചാനൽ തുടങ്ങി, പിന്നെ അങ്ങോട്ട് പാടുക എന്നുള്ള ഇത് വർഷങ്ങളോളം വരുന്ന ഒരു സാധകമാണ് എന്നുള്ളത് ഐ തിങ്ക് ഇൻ ദ കണ്ടംപററി സിംഗേഴ്സ് യു ആർ പ്രൂവിങ് ഇറ്റ് വിത്ത് യുവർ ഡെഡിക്കേഷൻ ആൻഡ് ദാറ്റ് ഈസ് Well, I wouldn't fully agree to it. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോ നാഷണൽ ലെവലിൽ ടാലന്റ് കാണുമ്പം പണ്ടൊക്കെ യു വോണ്ട് സീ എ ഗേൾ സിംഗിങ് വിത്ത് എ ഗിറ്റാർ ഓർ എ കീബോർഡ്, മനസ്സിലായോ? അപ്പൊ ഇപ്പോ അങ്ങനത്തെ കുറെ അവയർനെസ് കൂടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇൻസ്റ്റഗ്രാം അടുത്ത ഗ്ലോബൽ പ്ലാറ്റ്ഫോംസ് ഉള്ളതുകൊണ്ട് യു ആർ സീയിങ് എ ടൈലർ സ്വിഫ്റ്റ് പ്ലേയിങ് ദ ഗിറ്റാർ ആൻഡ് സിംഗിങ്. അപ്പോൾ ഇപ്പോഴത്തെ കുറെ ടീനേജർ പെൺകുട്ടികളൊക്കെ ദേ ഹാവ് പിക്ഡ് അപ്പ് ദ ആർട്ട് ഓഫ് സിംഗിങ് വിത്ത് പ്ലേയിങ് ആൻ ഇൻസ്ട്രുമെന്റ്. നമ്മുടെ കാലത്തൊന്നും അത് ഉണ്ടായിരുന്നില്ല. അപ്പോ വിച്ച് ഐ കംപ്ലീറ്റ്ലി അപ്രീഷിയേറ്റ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ടൈലർ സ്വിഫ്റ്റിന്റെ ഒരു വീഡിയോ കണ്ടു, അത് കണ്ട് ഞാനൊന്ന് വായിക്കാൻ പഠിച്ചു എന്നതുകൊണ്ട് ഞാനൊരു സംഗീതജ്ഞനാവുന്നില്ല. അതും ശരിയാണ്, അതും ശരിയാണ്. കാണാം, അത് ആസ്വദിക്കാം, അത് ആരാധിക്കാം. പക്ഷെ അതുകൊണ്ട് ഞാൻ ടൈലർ സ്വിഫ്റ്റ് ആവുന്നില്ലല്ലോ. ആ ഒരു വിവേചനം നമ്മൾക്ക് മനസ്സിലാവുന്നിടത്തോളം, എസ്പെഷ്യലി ഈ കവേഴ്സിൽ പെടുന്നത് അത് ഭയങ്കര ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. മലയാളികളെ എനിക്ക് ഞാൻ എന്റെ വാട്സാപ്പ് ഞാൻ തുറക്കാറ് പോലും ഇല്ല. എനിക്ക് ഓൺ ആൻ ആവറേജ് ഒരു 10 ഫോർവേഡ് കിട്ടും. ഈ കവർ ചെയ്തു, ആ കവർ ചെയ്തു. അപ്പം ഇതില് നമ്മൾ കവർ ചെയ്തിട്ട് എന്താ പറയാ, കിഷോർ കുമാറിന്റെ ഗ്ലോറി കൂട്ടണു, അല്ലെങ്കിൽ ലതാ മങ്കേഷ്കറിന്റെ ഗ്ലോറി കൂട്ടണു എന്നല്ലാണ്ട് സ്വന്തം ഗ്ലോറി ഒന്നും കൂടുന്നില്ല. ഒരു യൂട്യൂബ് ചാനലിന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കിട്ടും, കാരണം ആൾക്കാർക്ക് അതേ വേണ്ടു, മനസ്സിലായോ? അപ്പം ആൾക്കാരുടെ മീഡിയോക്രിറ്റിക്ക് വേണ്ടി നമ്മൾ കേറ്റർ ചെയ്തിട്ട് അവസാനം നമ്മുടെ കരിയർ നശിപ്പിക്കരുത്. ഇപ്പം ഏറ്റവും വലിയ വിന്നേഴ്സ് ആരെടുത്തു കഴിഞ്ഞാലും അവരൊക്കെ ഒറിജിനൽസ് ഇറക്കിയിട്ടുള്ള ആൾക്കാരാണ്, ഇൻക്ലൂഡിങ് ഗുലാം അലി, ജഗ്ജീത് സിംഗ്. ഇപ്പൊ ജഗ്ജീത് സിംഗ് കവർ മാത്രം പാടിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ലെജൻഡ് ആവുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ അപ്പം ഫിലിമില് ഇഫ് യു കാൺ മേക്ക് ഇറ്റ് ഇൻ ദ ഫിലിംസ് ഇറ്റ്സ് ഫൈൻ. ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ കീപ് പ്രൊഡ്യൂസിങ് യുവർ ഓൺ സ്റ്റഫ്. ഞാൻ പറയുകയാണെങ്കിൽ വൺ ഫൈൻ ഡേ രണ്ടാമത്തെ ദിവസം യു ആർ നോട്ട് ഗോയിങ് ടു ബി എ സ്റ്റാർ. കാരണം എന്താ വെച്ചാൽ ഇന്ത്യ ഇസ് നോട്ട് ദ പ്ലേസ് ഫോർ ഇൻഡിപെൻഡന്റ് മ്യൂസിക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, we are a very mediocre film chasing crowd. I can't mince my words, but that is a reality. അപ്പൊ ഇന്ത്യയിൽ if you have to make a name in independent music, കുറേ കാലം എടുക്കും. ഇറ്റ് ഈസ് an arduous and very hard working and painstaking and almost frustrating task. പക്ഷെ അത് ചെയ്താലേ വേറെ റിസൾട്ട്സ് കിട്ടുള്ളൂ. അതാണ്. അപ്പൊ അത് മേ ബി യുവർ ചാൻസ് മേ കം ഫ്രം എ മൂവി, യു നെവർ നോ. ഇപ്പൊ ഹരിഹരൻ സർ എത്രയോ റിഫ്ലക്ഷൻസ്, എത്രയോ ഗസൽ ആൽബംസ് ഇറക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട് വൺ ഫൈൻ ഡേ ഉയരെ ഹാപ്പൻ, റൈറ്റ്? അപ്പൊ ഗോഡ് മേ പ്രൊവൈഡ് യു ഡിഫറെന്റ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ അതിനു മുമ്പ് യു ബെറ്റർ ബി പ്രിപ്പയർഡ്. കാരണം എല്ലാവരും ലക്കി ആവണമെന്നില്ല. ശ്രേയ മൈരി, അതായത് ഫസ്റ്റ് പാട്ടിന് തന്നെ നാഷണൽ അവാർഡ്, അങ്ങനെ എല്ലാവർക്കും ആ ലക്ക് ഫാക്ടർ കിട്ടണമെന്നില്ല. അപ്പൊ നമ്മൾ ഏതെങ്കിലും പ്ലേബാക്ക് കമ്പോസറിന്റെ ഫോൺ വരുന്ന വെച്ച് കാത്തിരുന്ന് കഴിഞ്ഞാൽ ഒരു ജീവിതം തന്നെ അങ്ങനെ പോയി എന്താ പറയാ കഴിഞ്ഞു കിട്ടിക്കോളും. അപ്പോ ഇറ്റ്സ് ബെറ്റർ ടു ഫോക്കസ് ഓൺ ബിൽഡിംഗ് യുവർ സ്കിൽ ലൈക്ക് യു റൈറ്റ്ലി മെൻഷൻഡ്. അബ്സല്യൂട്ട്ലി. ഇത്രയും നേരം ഞാൻ സംസാരിച്ചിട്ട് ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്തില്ലെങ്കിൽ, ബുദ്ധിമുട്ടില്ലെങ്കിൽ, ഇഫ് ഐ മേ റിക്വസ്റ്റ്, രാവിലെ മാത്രം 5 മിനിറ്റോളം പ്രാക്ടീസ് ചെയ്യണം എന്നാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതെ, പക്ഷെ ഞാൻ പ്രാക്ടീസിന് ഇരിക്കുന്നത് 10 മണിക്കാണേ. അപ്പൊ ഇതിപ്പം നിങ്ങളുടെ ടൈമിൽ എനിക്ക് എണീക്കേണ്ടി വന്നല്ലോ. ഞാൻ 8:30 എണീറ്റു. അപ്പൊ മറ്റേത് ഞാൻ 9 മണിക്ക് എണീറ്റ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് 10 മണിക്ക് ഇരിക്കും. 10 to 10:30 ഇരിക്കുമ്പോ എല്ലാം കഴിഞ്ഞ് വരുമ്പോ 10:30 to 1 മണി വരെ ഞാൻ ഇരിക്കും പ്രാക്ടീസിന്. അപ്പൊ അതിനിടയ്ക്കിടയ്ക്ക് ബ്രേക്സ് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ബെല്ലടിക്കും, മെയ്ഡ് വരും, അത് വരും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഐ എം വിത്ത് മ്യൂസിക്. പിന്നെ അത് കഴിഞ്ഞ ഈവനിങ് ഇപ്പൊ ഓൺലൈൻ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് പല ദിവസങ്ങളും. അപ്പൊ അതും പാൻഡമിക് കാരണം പഠിപ്പിച്ചു തുടങ്ങി സൂമിലൊക്കെ. ലൈവ് ഡെമി എന്നുള്ള പ്ലാറ്റ്ഫോമിൽ മാസത്തിലൊരിക്കൽ മാസ്റ്റർ ക്ലാസ് എടുക്കും. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ടീച്ചിങ് ഉള്ളതുകൊണ്ട് ഈവനിങ്സ് ആർ യുനോ ടീച്ചിങ് ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്തു തുടങ്ങിയതുകൊണ്ട് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതായത് ഇഫ് യു ഹാവ് ടു ടീച്ച്, യു ഹാവ് ടു ഡീകൺസ്ട്രക്ട് വാട്ട് എവർ യു ഹവ് ലേൺഡ്. അപ്പൊ അങ്ങനെ എനിവേ ഐ ഹാവ് സ്പോക്കൺ ടു മച്ച്. അപ്പം ഏത് പാടണം? ദീനദയാലോ, എന്തേ നീ കണ്ണ? എന്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്തേ നീ കണ്ണാണ്. ബിക്കോസ് that's such a lovely melody, but I will leave it to you. എന്തേ കണ്ണ.
ആര് എന്തേ നീ കണ്ണാ, എന്തേ നീ കണ്ണാ, എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം. എന്തേ നീ കണ്ണാ, എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം. എന്തേ നീ കൃഷ്ണ, എന്തേ നീ കൃഷ്ണ, എന്നെ നീ കണ്ടില്ല, ഇങ്ങു കഴിയുന്നു പാവമീ ഗോപിക. എന്തേ നീ കണ്ണാ, എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം. താങ്ക് യു സോ മച്ച് ആ റിക്വസ്റ്റ് പരിഗണിച്ച് ഒട്ടും മടി കൂടാതെ പാടിയതിന് ആൻഡ് ഫോർ സ്പെൻഡിങ് സോ മച്ച് ടൈം വിത്ത് us. I'm sure Absolutely my pleasure. Absolutely my pleasure. ഈ ചാനലിന്റെ FM ചാനലിന്റെ മധുരഗീതങ്ങളുടെ എല്ലാ ശ്രോതാക്കളോടും കനേഡിയൻ മലയാളികൾക്ക് ഒരുപാട് നന്ദി, സ്നേഹം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. Let's hope things get back to normal and we can all actually start traveling and performing. And you both, അവിടെ എനിക്കറിയാം ബാക്കി എല്ലാ പ്രൊഫഷണൽസിന്റെയും ജീവിതം അതുമാതിരി ഇറ്റ്സ് ബാക്ക് ടു നോർമൽ. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഇറ്റ്സ് സ്റ്റിൽ എ ലോങ് ഷോട്ട് കാര്യങ്ങളൊക്കെ ഫുള്ളി ശരിയാവാൻ വേണ്ടി. അപ്പം ഓൾ ഓഫ് യു പ്ലീസ് ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ ഹാവിംഗ് മീ. താങ്ക് യു. ഒരുപാട് ഭാവുകങ്ങൾ നേരുന്നു. ഇനിയും ഒരുപാട് ഷോസ്, ഒരുപാട് സിംഗിൾസ്. May your own niche be carved and you be a brilliant singer as you always are. ഈ കോവിഡ് ഒക്കെ മാറിയിട്ട് കാനഡയിലേക്കും കൂടി ഷോസ് ചെയ്യാൻ ഇവിടെ വന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മലയാളികളുണ്ട്, പാകിസ്ഥാനികളുണ്ട്, ഗുജറാത്തികൾ എല്ലാവരും ഉണ്ട്. ടൊറോണ്ടോയിൽ ഇല്ലാത്ത കമ്മ്യൂണിറ്റി ഇല്ല. അപ്പൊ വരുമ്പോ എല്ലാ എന്തായാലും കാണാം, എന്തായാലും കാണാം.